തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ മാസ്റ്റർ പ്ലാനുമായി സർക്കാർ. ജലസേചന വകുപ്പിന് കീഴിലുള്ള തോടുകളുടെ മാലിന്യം നീക്കി നീരൊഴുക്ക് സുഗമമാക്കും. റെയിൽവേയുടെ മേഖലയിലുള്ള മാലിന്യം നീക്കാൻ ചീഫ് സെക്രട്ടറി ചർച്ച നടത്തും. ജലവിഭവ വകുപ്പ് മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന, കാലവർഷം അടുത്തെത്തിയിരിക്കുന്നു. അതിനു മുമ്പ് ഒരു സുഗമമായി ആളുകൾക്ക് നടന്നു പോകാവുന്ന നിലയിലേക്ക് തലസ്ഥാനത്തെ റോഡുകളും മാറുമോ? ഗോകുൽ, ഒറ്റ മഴയിൽ വെള്ളം നിറയുന്ന വെള്ളക്കെട്ടാകുന്ന നഗരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിലാണ് ഇപ്പോൾ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാണ് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ വരുന്നു. തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജലസേചന വകുപ്പിന് കീഴിലുള്ള തോടുകളുടെ മാലിന്യം നീക്കി നീരൊഴുക്ക് സുഗമമാക്കും. ഈ ഡ്രെയിനേജ് അടക്കം വൃത്തിയാക്കുന്നത് പ്രഥമ പരിഗണനയിലുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ അധീനതയിലുള്ള മേഖലയിലെ മാലിന്യങ്ങൾ നീക്കാനായി ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി അടക്കം ചർച്ച നടത്തുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യം തള്ളുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും. നേരത്തെ നഗരസഭയുടെ ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ രാത്രി പ്രവർത്തനത്തിന് ഇറങ്ങാറുണ്ട്. അങ്ങനെ അത് വീണ്ടും പുനരാരംഭിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ കനാലുകളിൽ ഫെൻസിംഗ് നടത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പ്രൊജക്ട് ഉണ്ടാക്കാനും ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി നഗരം വെള്ളത്തിലാകാനുള്ള നഗരം വെള്ളക്കെട്ടിലാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറയുകയും ചെയ്തിട്ടുള്ളത്. ശരി, കഴിഞ്ഞ മഴയ്ക്ക് നമ്മൾ കണ്ടതാണ് തലസ്ഥാന നഗരിയാകെ മലിനജലം കൊണ്ട് നിറഞ്ഞത്. അതിൽ അടിയന്തര നടപടി അതിവേഗത്തിലുണ്ടാകുമെന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.